വയനാട് പൂക്കോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിനിടയിൽ പല പ്രധാനപ്പെട്ട വാർത്തകളും സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം യഥാർത്ഥത്തിൽ പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം അധികൃതർ അറിഞ്ഞിരുന്നോ എന്നതാണ്. 18-ാം തീയതിയാണ് അധികൃതർ ഈ വിവരം അറിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 18-ാം തീയതി ഈ വിഷയം അറിയുമ്പോഴും എന്താണ് ഡീൻ എടുത്ത നിലപാട് എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഡീൻ 22-ാം തീയതി നടത്തിയ ഒരു അനുശോചന പ്രസംഗമുണ്ട്. ആ അനുശോചന പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്. ഈ വിവരമെല്ലാം, ഈ മർദ്ദന വിവരമടക്കം ഡീൻ അറിയാമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുശോചന പ്രസംഗത്തിൽ മറ്റു ചർച്ചകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഡീൻ നിർബന്ധം പിടിക്കുന്നു. അത് ഈ പ്രസംഗത്തിൽ വ്യക്തമാണ്. അതായത് ഇതൊരു പ്രത്യേക കേസ് ആയതുകൊണ്ടും പോലീസ് അന്വേഷണത്തിലിരിക്കുന്ന കേസ് ആയതുകൊണ്ടും അനുശോചന പ്രസംഗത്തിൽ പ്രമേയം അവതരിപ്പിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു എന്നാണ് ഡീൻ പറയുന്നത്. നമുക്ക് ആദ്യം ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് വരാം. പ്രസംഗം പൂർണ്ണ രൂപത്തിൽ തന്നെ നമ്മൾ ഈ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മറ്റു ചില പ്രതികരണങ്ങളിലേക്ക് കേട്ടു. ഫെബ്രുവരി 18 ഞായറാഴ്ചയാണ്. അന്ന് ഏകദേശം 1:45 സമയത്ത് നമുക്ക് അസിസ്റ്റന്റ് വാർഡന്റെ ഫോൺ വരുന്നു. ഇങ്ങനെ എന്തൊരു പ്രശ്നം ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്, അദ്ദേഹം ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് കുട്ടികളെ കൊണ്ട് പോയിക്കായിരുന്നു. ഞാൻ ചെന്നു, കണ്ടു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പോഴേക്കും നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ആംബുലൻസ് വന്നു. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ച്, ആശുപത്രിയിലേക്ക് എത്തിയതിനു ശേഷം ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കാനുണ്ടായത്. ശേഷം നമുക്ക് വേറെ മാർഗമില്ല, അത് പോലീസിനെ അറിയിച്ച് പോലീസ് ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ ആരംഭിച്ച് നെക്സ്റ്റ് ടൈം അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയം ബന്ധുക്കളുടെ പ്രസൻസിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും വീട്ടുകാരെയും അറിയിച്ചു. അതുവരെ ബോഡി നമ്മുടെ ബത്തേരിയിലെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണുണ്ടായത്. ബന്ധപ്പെട്ട അഡ്വൈസർ, അധ്യാപകർ, അവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാവരും നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചതിന് ശേഷം അവർ ഇവിടെ എത്തി. പിറ്റേ ദിവസം രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇൻക്വസ്റ്റും നടത്തി നമുക്ക് ബോഡി വിട്ട് കിട്ടിയത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതിനുശേഷം അവരുടെ സ്വവസതിയിൽ 10 മണിയോടുകൂടി 19-ാം തീയതി സംസ്കാര ചടങ്ങുകൾ നടത്തുകയാണ് ഉണ്ടായത്. ഈ സംഭവം 18, 19 കഴിഞ്ഞു. 20-നാണ് ഈ സംസ്കാര ചടങ്ങ് നടന്നത്. ഒരു ദിവസം നമുക്ക് കുട്ടികളെ അവധി, അതിനുശേഷം ഈ 22 ബാച്ചിലെ കുട്ടികൾ വളരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിന് ഭാഗമായിട്ട് നമ്മൾ അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുത്തു. എല്ലാവരെയും കൂട്ടി നമുക്കൊരു കൺട്രോൾസ് നടത്താനായിട്ട് ആ ദിവസം നമുക്ക് നിവൃത്തിയില്ലാതെ വന്നു. പിന്നെയും അവർ ക്യാമ്പസിൽ നിന്ന് വിട്ടുപോയ ഒരവസ്ഥയിൽ നമുക്കിത് ഒരു മീറ്റിംഗ് നടത്തി നമ്മുടെ അനുശോചനം ദുഃഖാർത്ഥരായിട്ടുള്ള കുടുംബാംഗങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതാണ് നമുക്ക് ആക്സിഡൻറ്റ് ഇത് നടന്നതിന് ശേഷം നടന്ന കാര്യങ്ങളും ഇന്ന് മീറ്റിംഗ് വിളിക്കാനുണ്ടായ സാഹചര്യവും. ഇതൊരു പ്രത്യേക കേസായതുകൊണ്ട് ആർക്കും ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും പോലീസിൻ്റെ നിരീക്ഷണത്തിലും അന്വേഷണത്തിലും ആയതിനാൽ നമുക്ക് കേസിൻ്റെ വിശദാംശങ്ങളും ഒരു അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഷെയറിങ്ങും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു അനുശോചന യോഗമല്ല എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു അനുശോചന പ്രമേയം പാസ്സാക്കാനും അതിനുശേഷം ഒരു മിനിറ്റ് വിദ്യാർത്ഥിയുടെ ആത്മശാന്തിക്കായിട്ട് സൈലന്റ് പ്രയറോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നതിന് കുറച്ച് ഔട്ട്സൈഡ് കേരളക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇംഗ്ലീഷിലും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രസംഗം പ്രേക്ഷകർ പൂർണ്ണമായും കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഡീൻ ഈ വിവരം ചർച്ചയാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്? സാധാരണ രീതിയിൽ അനുശോചന പ്രസംഗം നടത്തുമ്പോൾ ബാക്കി അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർമ്മിക്കലാണ് പതിവ്. പക്ഷെ അത്തരത്തിലുള്ളൊരു അവസരം ഡീൻ വിദ്യാർത്ഥികൾക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വളരെ നിർഭാഗ്യകരമായ വാർത്തയുടെ പിന്നാലെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി.
ഇന്നിപ്പോൾ ഡീന്റെ പ്രസംഗം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? സിദ്ധാർത്ഥന്റെ മരണം ക്യാമ്പസിൽ ചർച്ചയാവരുതെന്നും തെളിവുകൾ പുറത്തു പോകരുതെന്നും ഡീൻ ആഗ്രഹിച്ചിരുന്നു എന്നാണോ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? ടി വി പ്രസാദ്. അരുൺ, വെരി വെരി ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒരു സങ്കടകരമായ വാർത്തയുടെ ഫോളോ അപ്പിൽ തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഡീൻ എങ്ങനെയാണ് ഈ കേസിനെ ആരും അറിയാതെ ഒതുക്കി തീർക്കാനുള്ള വലിയ ശ്രമം നടത്തിയത് എന്നുള്ളത് ആ പ്രസംഗത്തിൽ വ്യക്തമാണ്. ഈ പ്രസംഗത്തിനൊരു പ്രത്യേകതയുണ്ട് അരുൺ. അതായത് 2024, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 18 ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് സിദ്ധാർത്ഥ മരിച്ചു എന്ന വിവരം അറിയുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം. ആ ഫെബ്രുവരി 18 ശേഷം 4ാമത്തെ ദിവസമാണ് ഈ പ്രസംഗം ഉണ്ടാകുന്നത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രസക്തി. അതായത് ആ സമയത്ത് സിദ്ധാർത്ഥിൻ്റെ മരണം വിവാദമായിട്ടില്ല. രക്ഷിതാക്കൾ പരാതി കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 4ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് മറ്റൊരു തലത്തിലേക്ക് ഇതാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കോളേജിൽ ആരും കോളേജിലെ ആളുകൾക്കറിയാം, പക്ഷേ അവർ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അരുൺ പറഞ്ഞതുപോലെ ഡീൻ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഈ 4 മിനിറ്റ് വരുന്ന ഈ പ്രസംഗത്തിൻ്റെ ബാക്കിയുണ്ട്. ഈ പ്രസംഗത്തിൻ്റെ ബാക്കി എന്നുള്ളത് കേരളത്തിന് പുറത്തുള്ള കുട്ടികളായതുകൊണ്ട് അവർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ നടത്തിയ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് എന്നത് മാത്രം. അങ്ങനെയാണെങ്കിൽ ഈ 8 മിനിറ്റ് പ്രസംഗത്തിൽ എവിടെയും സിദ്ധാർത്ഥിന് എന്താണ് സംഭവിച്ചതെന്നോ സിദ്ധാർത്ഥ് മരണപ്പെടാനുള്ള കാരണം എന്താണെന്നോ ഡീനിന് അറിയാവുന്ന വിവരം പറഞ്ഞില്ല എന്നു മാത്രമല്ല, ഈ പറയുന്ന സിദ്ധാർത്ഥിനുണ്ടായ ഈ ദുരനുഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിശദീകരിക്കേണ്ട സഹപാഠികൾക്ക് അതിൻ്റെ അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. അരുൺ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സംഭവത്തിൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സംഘം, മർദ്ദനം കണ്ടു നിന്ന സംഘമാണ് അനുശോചന ഹാളിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ പ്രസംഗം നടക്കുന്നത്. അവരാണ് മുൻനിരയിലെല്ലാം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഡീൻ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളത്, അതല്ലെങ്കിൽ ആരെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് 2024 ഫെബ്രുവരി മാസം 22 ഉച്ചക്ക് 12:45 കോളേജിൽ വെച്ച് ചേർന്ന അനുശോചന സമ്മേളനത്തിലെ പ്രസംഗം എന്ന കാര്യം വളരെ വ്യക്തമാണ് അരുൺ. അതിൽ ഡീൻ പറയുന്ന ഒരു കാര്യം സൂക്ഷിച്ചു നോക്കുക. അതായത് പോലീസിന്റെ പരിധിയിലാണ് എല്ലാ കാര്യങ്ങളും. ഈ വിവരം ഡീൻ അറിയാമായിരുന്നോ? ആ ഡീൻ ആ തെളിവുകൾ ചർച്ചയാവരുത് എന്ന് ആഗ്രഹിച്ചിരുന്നോ? ഈ വിഷയം പൂക്കോട് ക്യാമ്പസിനുള്ളിൽ തന്നെ അവസാനിക്കണം എന്ന് അധികൃതർ കരുതിയിരുന്നോ എന്നതാണ് പ്രസക്തമായ ചോദ്യം.